പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതൊരു ചെറിയൊരു മലയാണ്. അപ്പം ഇത് കർണാടകയാണ്, ബാംഗ്ലൂരിൻ്റെ അടുത്താണ്, എയർപോർട്ടിൻ്റെ അടുത്താണ്. നോക്കി, നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ കുറച്ച് ആൾക്കാർ വൈകുന്നേരം സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അവരൊക്കെ പോയതിന് ശേഷം നമ്മൾക്ക് ഇവിടെ നമ്മുടെ ടെൻറ്റും പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അതേപോലെ ഇന്ന് നമ്മളിവിടെ ഉറങ്ങി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് നാളെ രാവിലെയാണ് നമ്മളിവിടുന്ന് പോകുന്നത്. ഇന്നുണ്ടാക്കുന്നത് ചോറും മീൻകറിയാണ്. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി നാളെ രാവിലെ സൺറൈസ് ഒക്കെ കണ്ടിട്ട് പോകാം. ഇന്ന് സൺസെറ്റ് കാണാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴക്കാരാണ്. ആ ഭാഗത്ത് കാണുന്നുണ്ടായിരിക്കും. ഭയങ്കര മഴക്കാരം മൂടിക്കിടക്കുകയാണ്. ഇന്ന് രാത്രി മഴയൊന്നും ഇങ്ങോട്ട് പെയ്യത്തില്ല എന്ന് തോന്നുന്നു. അപ്പം നമുക്കിന്നിവിടെ അടിപൊളിയായിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ പോകാം. നമുക്ക് നമ്മുടെ ടെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ഇത്രയും ഭാഗം മഴ പെയ്താലും പുറകിൽ നിന്നും മുമ്പിൽ നിന്നൊന്നും വെള്ളം ഒഴുകി വരത്തില്ല. മുമ്പത്തോട്ട് നല്ല അങ്ങോട്ടാണ് ചായ്വ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ സെറ്റ് ചെയ്യാം. ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ ലൈറ്റ് ഓൺ ചെയ്തു. ടെൻറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഇരുട്ടായിട്ട് വരുമ്പോഴേക്കും ഈയലിൻ്റെ ശല്യം, ഈയൽ, കൊതുക്, അങ്ങനെ കുറേ പ്രാണികളുടെ ശല്യമുണ്ട്. അത് ഇരുട്ടാകുമ്പോഴേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് അതങ്ങ് പൊക്കോളും. ആ ഭാഗത്ത് നല്ല രീതിയിൽ മഴക്കാറുണ്ട്. അപ്പം അടിപൊളിയല്ലേ. ഇതാ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ റൺവേ ആണ് കാണുന്നത്. ഇനി ഇവിടെ ഇരുന്ന് രാത്രിയാകുമ്പോഴേക്കും നമ്മൾക്ക് ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതൊക്കെ സുഖമായിട്ട് ഇവിടെ ഇരുന്ന് കാണാം. അടിപൊളിയാണ്. 2-3 പേരും കൂടി അവിടെ ഇരിപ്പുണ്ട്. അവരിപ്പോൾ പോയിക്കോളും. അപ്പം എന്തായാലും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പം നല്ല രീതിയിൽ ഇരുട്ടായി, 7:30 സമയം. അപ്പം ഇവിടെ വന്നവരൊക്കെ പോയി. ഇനി നമ്മൾക്ക് ആദ്യം ചോറ് വെക്കാം, അതിനുശേഷം നമ്മൾക്ക് കറി വെക്കാം. ഞാൻ ടെൻറ്റ് മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. നമുക്ക് ടെൻറ്റിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. നല്ല പ്രാണിശല്യമുണ്ട്. പ്രാണിയും ഒരു കൊതുക് ഉണ്ടെന്ന് തോന്നുന്നു, എന്തോ സാധനം കടിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്കിനി ചോറ് വെക്കാനുള്ള പരിപാടി നോക്കാം. ഇത് ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അരിയാണ്, അല്ലെങ്കിൽ കർണാടക, തമിഴ്നാട് അവിടെയൊക്കെ കിട്ടുന്ന പച്ചരിയാണ്. അപ്പം ഇതിന് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാം. ഇങ്ങനത്തെ ഈ മോഡൽ സ്റ്റൗ മേടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ, ഈ വിൻഡ് ഷീൽഡുള്ളത്. ഈ സ്റ്റൗവിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. അൺബോക്സിങ്ങും റിപ്പയറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ചോറ് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം നമ്മൾ ഈ ചോറ് വയ്ക്കുമ്പോൾ. നമ്മുടെ ചോറ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നോക്കാം. ഓക്കെ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. വെന്ത് അധികവും ആയില്ല, കണ്ടോ, നല്ല രീതിയിൽ. നമുക്കിനി മീൻകറി വെക്കാൻ വേണ്ടി നോക്കാം. ഞാനിവിടെ മീൻ ഉപയോഗിക്കുന്നത് ടൂണയുടെയാണ്. ഇതാകുമ്പോൾ നമ്മൾക്ക് കൊണ്ടു നടക്കാൻ എളുപ്പം, വിശ്വസിച്ച് കഴിക്കാം. വിഷമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ഇത് 1 പ്രാവശ്യം കുക്ക് ചെയ്തതാണ്. ഇത് നിങ്ങൾ മേടിക്കുവാണെങ്കിൽ നോക്കി വാങ്ങണം. ഇത് സൺഫ്ലവറിൽ ഫില്ല് ചെയ്തത്. ഇതിപ്പം ഇതിൻ്റെ ഉള്ളിൽ സൺഫ്ലവർ ഓയിലാണ് ഇതിനകത്തുള്ളത്. അങ്ങനെയുള്ളത് മാത്രം മേടിക്കുക. ഇതിനകത്ത് വാട്ടറിൽ ഇത് വരുന്നുണ്ട്, അതിനത്ര ടേസ്റ്റ് ആയിരിക്കത്തില്ല. സൺഫ്ലവറിൽ കുക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് വരുന്ന ഈ രീതിയിലുള്ളത് വാങ്ങിക്കുക.
നമുക്കിത് പൊട്ടിക്കാൻ നോക്കാം. ഇതിവിടെ പിടിച്ചാണ് പൊക്കിയാണ് പൊട്ടിക്കേണ്ടത്. പൊട്ടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതെങ്കിലും നല്ല സ്ഥലങ്ങളിൽ ഇതേപോലെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനെ പൊട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ ചിലപ്പം ഇതിങ്ങനെ മെല്ലെ പൊട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പൊട്ടിക്കുമ്പം മൊത്തത്തിൽ തെറിച്ച് പോകും, ഇതിൻ്റെ ഉള്ളിലൊന്നും കിട്ടാൻ വഴിയില്ല. അപ്പം ഒന്ന് നോക്കി പൊട്ടിക്കുമ്പോൾ എല്ലാവരും. ഇത് നമുക്ക് ഇതിനകത്ത് ഓയിലാണ്, ഇത് ആദ്യം എടുക്കണം. ഇത് ചെറിയ രീതിയിലൊന്ന് ഇളക്കിയാൽ മതി, ഒന്ന് തുറന്നാൽ മതി. നമുക്ക് ഇത് നമുക്ക് നേരെ തന്നെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. ഇത് കുക്ക് ചെയ്യണമെന്നില്ല, ഓൾറെഡി കുക്ക്ഡാണ്. പക്ഷെ നമ്മൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. ഇതിനകത്ത് കുറച്ച് വെള്ളം കാണും, അപ്പം അത് പൊട്ടും. ആ സമയം നമ്മൾ അധികം തിളപ്പിക്കാൻ നിൽക്കേണ്ട. ആ സമയം നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഈ നമ്മുടെ കുടംപുളി മൂടി വെക്കാം. കുടംപുളി കുതിർത്തില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല. നമ്മൾ ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോഴത്തേക്കും അത് നല്ല പുളിയൊക്കെ അതിൻ്റെ പരുവത്തിൽ ആ എണ്ണയ്ക്കകത്തോട്ട് ഇറങ്ങിക്കോളും. നമുക്ക് ഈ കറിവേപ്പിലയും കൂടി ഇടാം ഇതിനകത്തോട്ട്. അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമുള്ള കാരണമാണ് അത് പൊട്ടുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. മസാല നമ്മൾക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട. നമ്മൾക്ക് മഞ്ഞൾപ്പൊടിയും ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി, വേറെ ഒന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മീൻ മസാല ഉണ്ടാക്കി അതൊക്കെ ഇടാവുന്നതാണ്. ഈ ടൂണ ഫിഷ് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കുന്നതായിരിക്കും നല്ലത്. ഓൺലൈനിൽ പോയി മേടിക്കുമ്പോഴേക്കും അത് ഷിപ്പായിട്ട് വരുമ്പോഴേക്കും അത് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് മൊത്തം ഇത് കലങ്ങിയിട്ടുണ്ടാവും. ഇത് അധികം കലങ്ങിയിട്ടില്ല. ഇതിനകത്ത് കുറച്ച് പീസുകളൊക്കെ കാണാൻ പറ്റും. മറ്റ് നമ്മൾ ചിലപ്പം ഓൺലൈനൊക്കെ ഓർഡർ ചെയ്യുന്നത് മൊത്തം കുലുങ്ങുമ്പോൾ അത് മൊത്തം കലങ്ങിപ്പോവും. ഒരാൾ നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. ഒരാളെന്ന് ഉദ്ദേശിച്ചത് ചന്ദ്രനാണ്. കാർമേഘം ആയ കാരണം പുള്ളി അതിനകത്ത് ഒളിച്ചിരിക്കുമായിരുന്നു. ഇപ്പം നമ്മളെ നോക്കുന്നുണ്ട് പുള്ളി. അപ്പം ഇന്ന് രാത്രി നല്ല ലൈറ്റ് ഉണ്ടാവും. ഇന്ന് ഇപ്പോൾ പൗർണമിയോ നല്ല പൂർണ്ണചന്ദ്രനെ കാണുന്നുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിക്കാം, ആ പുളിയിലൊക്കെ ഉള്ള പുളി ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി. അതാണ് ചന്ദ്രൻ. പുള്ളി ഇപ്പം മൊത്തത്തിൽ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അവിടെ നല്ല മഴക്കാറാണ്, അതുകൊണ്ടാണ്. അപ്പം കുറച്ചുകൂടി കഴിയുവാണെങ്കിൽ നമുക്ക് നല്ല ലൈറ്റ് ഉണ്ടാവും ഇവിടെ. നമുക്കെന്തായാലും നമ്മുടെ മീൻകറി പരിപാടി എന്തായാലും നോക്കാം. വാ, ആ കുടംപുളി ഇട്ടില്ലെങ്കിലുണ്ടല്ലോ മീനിൻ്റെ ഏത് മീൻ കറി വെച്ചാലും അതിൻ്റെ ഒരു ടേസ്റ്റിലോട്ട് വരത്തില്ല. ഇനി നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഈ ടൂണ ഫിഷിനെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്ക് ഈ ഡബ്ബിയുടെ ഒരു പകുതി ഡബ്ബി വെള്ളം ഒന്ന് ഒഴിക്കാം. അല്ലെങ്കിൽ ആൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിക്കാവുന്നതാണ്. ഒരുപാട് ചാറാക്കരുത്. നമ്മുടെ അടാറ് അല്ലെങ്കിൽ
ഇടിവെട്ട്, ഇതിനെന്തൊക്കെ പറയാമെന്ന് എനിക്കറിയാൻ തന്നെ അറിയില്ല. അമ്മാതിരി ഒരു മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടുക്കാച്ചി സാധനം. ഉണ്ടോ, പീസൊന്നും അധികം ഉടഞ്ഞു പോയിട്ടില്ല. ഞാൻ വിചാരിച്ചത് വാങ്ങുമ്പം ഇതിൻ്റെ അകത്ത് മിക്കവാറും ചമ്മന്തിപ്പരുവായിട്ടായിരുന്നു ഇരിക്കുന്നതെന്ന്. ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയി പോകും കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചാൽ മതി. അപ്പം ഈ രീതിയിൽ പീസായിട്ട് കിട്ടും. അപ്പം മീൻകറി വെച്ചിട്ട് അന്നേരം കഴിക്കരുത്. ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും അത് അടച്ച് വെക്കണം. ചന്ദ്രൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി മൊത്തം നല്ല ലൈറ്റ് ഉണ്ടാവും ഇവിടെ. അപ്പം സൈഡിലൊക്കെ ഉള്ളൂ മഴക്കാറ്. ഈ മോൾ ഭാഗത്തോട്ട് നല്ല തെളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. മഴയൊന്നും പെയ്യത്തില്ല എന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ അടാറ് ചോറും ഇടിവിട്ട് മീൻകറി. വാവ്. അപ്പം വേറെ കറികളൊന്നുമില്ല, മീൻകറിയാണ്. പിന്നെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം മേടിച്ചു. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, തരാൻ പറഞ്ഞ് മേടിച്ചാണ്. ഇവിടെ കുഴൽ കണക്കിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ബോട്ടി എന്നാണ് ഇവിടെ പറയാറ് അതിന്. അതിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ്. നമുക്ക് ഈ പപ്പടമൊക്കെ കഴിക്കുന്ന പോലെ ഇതിൻ്റെ കൂടെ കഴിക്കാം. ഞാൻ ആദ്യം കഴിക്കുന്ന ഇതിനകത്ത് ഈ വെളുത്തുള്ളി ആയിരിക്കും. ഈ വെളുത്തുള്ളി ടൂണ ഫിഷ് അടിപൊളിയാണ്. ഇതിനകത്ത് മുള്ളൊന്നുമില്ല, ധൈര്യമായിട്ട് കഴിക്കാം. ഒരു പ്രശ്നവും വരത്തില്ല. എനിക്ക് കടൽമീൻ കഴിച്ചിട്ട്, കടൽമീൻ സാധാരണ കടകളിലൊക്കെ മേടിക്കുന്ന വാങ്ങിക്കഴിച്ചിട്ട് പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ പേടിയാണ് ഈ കടകളിൽ നിന്ന് പ്രത്യേകിച്ച് മീൻകറി കൂട്ടാൻ വേണ്ടി. ഞാൻ മാക്സിമം യാത്രകളിൽ നോൺ വെജ് ഒന്നും തന്നെ കഴിക്കാറില്ല. മാക്സിമം നമ്മൾക്ക് വിശ്വസനീയമായത് മുട്ടയൊക്കെ ആയിരിക്കും. അതൊക്കെയാണ് മിക്കവാറും ഹോട്ടൽസിൽ നിന്ന് നമ്മൾ കഴിക്കാറ്. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക, കഴിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. അപ്പം അടിപൊളിയായിരുന്നു. നമ്മളെ മീൻകറിയൊക്കെ വെച്ചു, നമ്മൾ ചോറൊക്കെ വെച്ച് കഴിച്ചു. ഇപ്പം നല്ല തണുപ്പായിട്ട് വരുന്നുണ്ട്. 20 ഡിഗ്രിക്ക് താഴെങ്ങോട്ട് വന്നിട്ടുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്. രാത്രി മഴ പെയ്യാനുള്ള ഒരു പാടൊക്കെ കാണുന്നുണ്ട്. ഏകദേശം ഒരു 50% മഴ പെയ്യാനുള്ള ചാൻസസ് ഗൂഗിൾ അമ്മാവൻ പറയുന്നത്. അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ഉറങ്ങാൻ വേണ്ടി നോക്കാം. കുറച്ച് ആൾക്കാരൊക്കെ അപ്പുറയൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പട്ടികളൊക്കെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പട്ടികളൊക്കെ ഉള്ള കാരണം ഇഴജന്തുക്കളൊക്കെ വരുമോ എന്നുള്ള പേടിക്കൊന്നും വേണ്ട, അടിപൊളിയായിട്ടിരിക്കാം. അപ്പം ഇനി നമുക്ക് ഉറങ്ങാനുള്ള പരിപാടി നോക്കാം. നാളെ രാവിലെ സൂര്യോദയമൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നല്ല മഴക്കാരാണ്, എന്നാലും നമുക്ക് നാളെ രാവിലെ മാക്സിമം ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോഴും നേരം വെളുത്തിട്ടുണ്ട്. രാവിലെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. കുറച്ച് പേരുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും പുറത്തോട്ട് ഇറങ്ങി നോക്കാം. അപ്പം രാവിലെ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം മൊത്തത്തിൽ മഴക്കാരാണ്. നമുക്കെന്തായാലും 8-9 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും സൂര്യനൊന്ന് കാണാൻ വേണ്ടി. രാത്രി ഞാൻ ടെൻ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വെച്ചു ഈ ഭാഗത്തോട്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ലൈറ്റായിട്ട് മഴയും പെയ്തു. അതിൻ്റെ വെള്ളമൊക്കെയാണ് ഇവിടെ കാണുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് എന്തായാലും സൂര്യോദയം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം സൂര്യനൊക്കെ ഉദിച്ച് കുറച്ച് സമയമായി. ഇപ്പോഴാണ് നമ്മൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നത്. എന്താണെന്ന് വെച്ചാൽ നല്ല മൂടലായിരുന്നു. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ ലൈറ്റായിട്ടൊന്ന് മഴ പെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സേഫ്റ്റിയുള്ള സ്ഥലമാണ്. അപ്പം ഈ സ്ഥലത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ്. ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർ അതൊക്കെ കാണുക. അതുപോലെ തന്നെ നല്ല സേഫ്റ്റിയുള്ള സ്ഥലമാണ്. ടെൻ്റൊക്കെ അടിച്ചിട്ട് അധികം ബഹളമൊക്കെ കാരണം നമ്മൾക്കിവിടെ കൂടാവുന്നതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും